എല്ലാവർക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ സേഫ്റ്റി ഭാഗത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എനിക്ക് പ്രധാനമായി കോർപ്പറേഷൻ ഭാരവാഹികളോട് പറയാനുള്ളത്, നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ലാൻഡിങ് ഏരിയ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ഇത് കോടതി നിലയങ്ങളുടെ ഈ ലാൻഡിങ് പാർട്ടിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒത്തിരി അധികം മാലിന്യങ്ങൾ, വേസ്റ്റ് കൂമ്പാരങ്ങൾ ആ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് പക്ഷികളുടെ സങ്കേതവും. ഇത് ഭക്ഷിക്കാൻ വേണ്ടി വരുന്നതും അത് ഈ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഈ ചിക്കൻ അവശിഷ്ടങ്ങൾ, പല ചെറിയ സ്ലോട്ടർ ഹൗസിലുള്ള വേസ്റ്റുകൾ ആ ഭാഗങ്ങളിൽ ഇവർ കൊണ്ട് വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഒരു അപകടത്തിലേക്ക് വഴിതെളിയിക്കും. കാരണം ഇപ്പോൾ പക്ഷി ശല്യം ആ ഭാഗത്ത് കൂടുതലാണെന്നാണ് അറിയുന്നത്. ഒന്നാമതായി ട്രിവാൻഡ്രം എയർപോർട്ട് ട്രാഫിക് ഇപ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് കൂടിക്കൂടി വരികയാണ്. ഇത് കാരണം ഫ്ലൈറ്റിൻ്റെ എണ്ണങ്ങളും കൂടുകയാണ്. എപ്പോഴും ഈ ലാൻഡിങ് ഡയറക്ഷനിൽ നിന്നാണ്, അതായത് ഫ്രം സൗത്ത് സൈഡിൽ നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ പക്ഷികളുടെ ശല്യം ഉണ്ടാകാൻ ഏറ്റവും പ്രധാന കാരണം ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ താഴ്മയായി ഈ മേയറമ്മയോട് പറയണം, ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറമ്മ, ആ മേയറമ്മയോട് പറയണം, ദയവ് നിങ്ങൾ ഒരു ഇമ്മീഡിയറ്റായിട്ട് ഇതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒത്തിരി പണിക്കാരുണ്ടല്ലോ, അവരെ ഒരു സ്പെഷ്യൽ സ്ക്വാഡായി ഡേ നൈറ്റ് അവരെ പോസ്റ്റ് ചെയ്യിപ്പിച്ച് ഒരു രീതിയിലും മാലിന്യം തള്ളാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ ഇമ്മീഡിയറ്റായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നിങ്ങൾക്ക് സാധിക്കും. കാരണം അത് കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് ഈ മാലിന്യങ്ങളെല്ലാം വന്ന് കൂടുന്നത്. വളരെ പ്രധാനമാണ്. കാരണം ഇന്നൊരു ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ. ഇതുവരെയായി ഈശ്വരൻ്റെ സഹായം കൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിന് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കരുതി ഇനി ബുദ്ധിമുട്ട് ഉണ്ടായിക്കൂടൊന്നുമില്ല. അപ്പോൾ അതിനുള്ളൊരു പ്രിവെൻറ്റേഷൻ നാം നോക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ട്രിവാൻഡ്രം കോർപ്പറേഷനാണ്. ഇനി റൺവേ നീട്ടുന്നതിനും ഒത്തിരി സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളും എത്രയും വേഗം നീട്ടി സുരക്ഷിതമാക്കുക. നമ്മൾ രാജ്യത്തിലുണ്ടാകുന്ന അപകടങ്ങൾ നാം കേൾക്കുന്നതാണ്. ഇന്നലെ നമ്മുടെ അഹമ്മദാബാദിൽ തന്നെ ഉണ്ടായ അപകടം നമുക്ക് മനസ്സിലാകുന്നു. ഏറ്റവും സേഫ് ലാൻഡിങ്ങിന് എല്ലാവരും സേഫായി കാണുന്ന ഒരു എയർപോർട്ടാണ് ട്രിവാൻഡ്രം എയർപോർട്ട്. ബട്ട് ഈ പക്ഷികളുടെ ശല്യം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടുവരുന്നു. അതിനാണ് നമ്മൾ ആദ്യം ഒരു പരിഹാരം കാണേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കും. അത് അനന്തപത്മനാഭൻ്റെ നാട്ടിൽ അങ്ങനെയുള്ളൊരു ദുരന്തം വരുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ്. എന്തെങ്കിലും ഉഡായിപ്പ് ന്യായങ്ങൾ പറഞ്ഞ് അതിനെ നീട്ടിക്കൊണ്ടു പോകരുത്. ഇമ്മീഡിയറ്റായിട്ട് മേയറമ്മ അതിനൊരു യോഗം വിളിച്ചുകൂട്ടി അതിനുവേണ്ട ആക്ഷൻ എടുക്കുകയും ഈ ഭരണപക്ഷം അതിനുവേണ്ടി ആ മേയറമ്മയ്ക്ക് വേണ്ട സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരു പാർട്ടിയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദയവ് ചെയ്ത് തിരുവനന്തപുരം എയർപോർട്ട് ഒരു ദുരന്ത ഭൂമി ആയി മാറ്റാതിരിക്കുക. അതിന് ശ്രമം ഇന്ന് മുതൽ തുടങ്ങുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റാണ്. നിങ്ങളിതിനെ അവഗണിക്കരുത്. പ്രത്യേകിച്ച് മേയറമ്മയോട് പറയുന്നു, മേയറമ്മ ഇതിന് മുൻകൈ എടുക്കണം. നിങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ചരിത്ര താളുകളിൽ അത് കുറിക്കപ്പെടും. ഈ മേയറമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ വേസ്റ്റ് കംപ്ലീറ്റ് നിർമ്മാർജ്ജനം ഒരു പക്ഷികൾ പോലും ഏരിയയിൽ വരാത്തതാക്കി എന്നുള്ള ഒരു പേര് മേയറമ്മയ്ക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു പൊതുജനം ഒരു സീനിയർ ആളെന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഈ റിക്വസ്റ്റ് നടത്തുന്നത്. ഒരിക്കലും ഇതിനെ പുച്ഛിച്ച് കളയരുത്. മേയറമ്മ പ്രത്യേകിച്ചും നിങ്ങൾ തിരക്കുള്ള ആളാണെന്ന് എനിക്കറിയാം. വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നമുക്ക് ദുരന്തം ഏറ്റുവാങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ താഴ്മയെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതിനു വേണ്ട പ്രതിവിധികൾ ഉടൻ തന്നെ കണ്ടെത്തുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.